മാന്യ പ്രേക്ഷകർക്കും ഫാമിലി പ്രൊഡക്ഷൻസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കരമന ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ 1976-77 ബാച്ചിലെ SSLC പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടം 2026 മെയ് 1 വെള്ളിയാഴ്ച വൈകുന്നേരം കരമന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒത്തുചേരുകയുണ്ടായി. തദവസരത്തിൽ പൂർവ്വ അധ്യാപികയായ ശ്രീമതി രാജലക്ഷ്മി അമ്മാൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തുകയും ചടങ്ങിൽ കൂട്ടായ്മ രാജലക്ഷ്മി അമ്മാൾ ടീച്ചറെ പൊന്നാട ചാർത്തി ആദരിക്കുകയും ചെയ്തു. ശ്രീ മുരളി കോട്ടയ്ക്കകത്തിൻ്റെ അധ്യക്ഷതയിൽ ശ്രീ സത്യനാഥൻ കരമന, ശ്രീ മുരളീധരൻ കരുമം, ശ്രീ മുരളീകൃഷ്ണൻ കരമന, ശ്രീ അബ്ദുൾ റഷീദ് മണക്കാട് എന്നിവർ ചേർന്ന് ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും 35ഓളം അംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. സ്കൂളിനെ പ്രതിനിധീകരിച്ച് അധ്യാപകൻ എബിനും അബ്ദുൾ റഷീദ് മണക്കാട്, നിസാർ കരമന എന്നിവർ ആശംസകൾ അർപ്പിക്കുകയുമുണ്ടായി. ചർച്ചയിൽ പ്രസ്തുത സ്കൂളിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 49 വർഷത്തിന് ശേഷം കൂടിയ കൂട്ടായ്മയുടെ സ്നേഹോഷ്മളമായ നിമിഷങ്ങളെ ഫാമിലി പ്രൊഡക്ഷൻസ് കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ 3 ഭാഗങ്ങളായി തയ്യാറാക്കിയിരിക്കുന്നു. ഇവിടെ നടന്ന ഓർമ്മക്കൂട്ടം എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുമ്പോൾ കോൺടാക്റ്റ് ചെയ്യുവാൻ ചുവടെ ചേർത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഓർമ്മക്കൂട്ടം കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഷീദ്. ഫോൺ നമ്പർ 8921734179. ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ അത് ഞങ്ങളിലൂടെ പ്രിയതരമാക്കാം. നന്ദി, നമസ്കാരം. ഫാമിലി പ്രൊഡക്ഷൻസ് കേരളയ്ക്ക് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ഗോപന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് ഗോപൻ, അത് കഴിഞ്ഞാൽ നമ്മുടെ അൻവർ. അപ്പോൾ ഗോപൻ ഞാൻ SSLC സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് മുരളീധരൻ എൻ്റെ ഇനിഷ്യൽ എല്ലാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കളിയാക്കണം. ഞാൻ വെളുത്ത് മെലിഞ്ഞ ഒരു പാവം പയ്യനാണ്. മനുഷ്യനെ പോലെ ഞാൻ വീട്ടിൽ കൊണ്ട് നടന്നക്കാരൻ അച്ഛനമ്മയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവസാനം ഞാൻ ഗോവൻ എന്നും രാവിലെ സൈക്കിൾ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നെ ലോഡ് കിട്ടി പൂജപ്പുര ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ഓടിയിട്ട് മുടമുളം തിരിയുന്ന സ്പോർട്ടിംഗ് യൂണിയൻ ജിംനാസ്റ്റിക്കിൽ പോയി കുറച്ച് ബോഡിയൊക്കെ അടിച്ച് തിരിഞ്ഞ് അങ്ങനെ വന്നപ്പോഴാണ് ഗോവൻ വിദേശത്ത് പോകുന്നത്. ഗോവൻ പോയി. നാൽപ്പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ TV ഫണ്ടിൽ ഒരു 8 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് അറിയാം. അങ്ങനെ രക്ഷപ്പെട്ടു തിരിച്ചു പോയി. ഇപ്പം ഡ്രൈവറാണ്. എനിക്ക് 2 മക്കളുണ്ട്. 6 പേരുണ്ട്. മോള് ഫാഷൻ ഡിസൈൻ പാസ്സായി. ഇപ്പം കണ്ണൂർ കോളേജിലാണ് അത് വർക്ക് ചെയ്യുന്ന MBA വർക്ക് ചെയ്തു. മകൻ എറണാകുളത്ത് വീടാണ്. കണ്ടുപിടി വലിയ സന്തോഷം. നമസ്കാരം. ഓർമ്മ ശക്തി പോകുന്ന അതല്ല ചിലർക്ക് നേരത്തെ കണ്ടാത്തിന് മനസ്സിലായി. ഞാൻ ചായ ഒന്നും എടുത്തിട്ടില്ല. ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മൾ സന്തോഷകരമായ കാര്യങ്ങൾ ഒരുപാടില്ലാതെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ പഠിച്ച എൻ്റെ അറിവിൽ 2 പേര് മരിച്ചുപോയി. അവർക്കൊരു മൗന അഞ്ജലി തെളിക്കുമെന്ന് ഞാൻ നാസറും കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പഠിച്ചത് NBAയിലാണ്. വിജയലക്ഷ്മി ടീച്ചറായിരുന്നു ടീച്ചർ. അന്ന് 5 ഡിവിഷൻ, അതിലെല്ലാം കൂടെ 200 കുട്ടികളെങ്കിലും വന്നുണ്ടായിരുന്നിരിക്കുന്നു 40 വെച്ച്. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തിൻ്റെ ആളുകളും ഇല്ല. ബാക്കിയുള്ളവരൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത് 1 വർഷം കൂടെ ദേവസ്വം ബോർഡ് വർക്ക് ചെയ്തു. ഏറ്റാനും ജോലിക്ക് എവിടെ പോയി അവിടെ റിട്ടയറായി സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. കുടുംബമൊന്നുമില്ല. സ്വസ്ഥം ഇടപെടണം. ഇങ്ങനെ പോവുകയാണ്. സന്തോഷം. ഓരോ ആളുകളെ മനസ്സിലാവുന്നില്ല. പല ആളുകളെ എല്ലാം പഠിപ്പിച്ച് സാറന്മാരാണ് പഠിപ്പിച്ചത്. രണ്ടാമത് അന്ന് ഞാൻ സെക്കൻഡ് ആയിരുന്നു സ്കൂളിൽ. ഫസ്റ്റ് ഒരാൾ
അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കണം. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഡെപ്യൂട്ടി നമ്മള് SSLC പഠിക്കുമ്പോ സുബലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്ന് പത്രങ്ങളിലൊക്കെ SSLC കഴിയുമ്പോ റാങ്ക് ഹോൾഡേഴ്സ് വരുമ്പോ സുബലക്ഷ്മിയാണ് ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് കഴിഞ്ഞു. ഓർക്കുന്നുണ്ടോ സുബലക്ഷ്മി? നല്ല പഠിച്ചിട്ടുണ്ട്. അതെ, ഗേൾസ് ഹൈസ്കൂളിൽ. അതെ അതെ. എൻ്റെ പേര് ഷെതുമാണ്. ഞാൻ പാപ്പനോടാണ് താമസിക്കുന്നത്. ഗൾഫിലാണ്. മുക്കാൽ ഭാഗവും ഗൾഫിലാണ്. ഇപ്പോഴും ലീവിനാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു കൊല്ലം കൂടെ ഉണ്ട്. എനിക്ക് 2 മക്കളാണ്, ഒരാണും പെണ്ണും. രണ്ടുപേര് കല്യാണം കഴിക്കുന്നു. മോനെ ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മോള് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അവളെ വർക്കിലാണ് അയച്ചിരിക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് ഷാർജയിലാണ്. അവരോട് വേറെ വിശേഷമൊന്നുമില്ല. എന്നെ കണ്ടുപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നത് മുരളിയിൽ സത്യമാർഗമാണ്. അതിന് സന്തോഷമുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാനിവിടെ കാണത്തില്ല. ഇന്നലെ ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാനിത് തീർച്ചയായിട്ടും എല്ലാവരും PS വിജയ്. ഞാൻ PS വിജയൻ 10A പഠിച്ചതാണ്. ആദ്യകാലങ്ങളിലൊക്കെ പഠിക്കുന്ന കാര്യത്തിലൊന്നും അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല. രാഷ്ട്രീയം ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റഷീദും ഞാനും ഒത്തിരി പ്രശ്നങ്ങൾ ക്ലാസ്സിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും റഷീദിൻ്റെ പേരിൽ കപൂർ റഷീദ് എന്നാണ് എൻ്റെ ഫോണിൽ അടിച്ചിട്ടുള്ളത്. കാരണം കപൂർ റഷീദ് നോക്കി ഫോൺ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ അത്രയും നല്ല സൗഹാർദ്ദതയും സ്നേഹവും ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും എനിക്ക് ഏറ്റവും അവനെ ഒന്ന് കാണണം എന്നുള്ളത് എനിക്കൊരു വലിയ മോഹമായിരുന്നു. കൂട്ടായ്മയിൽ ഉപാധി തരികയും അവനെ ഒന്ന് കാണുകയും ചെയ്യുകയായിരുന്നത് എൻ്റെ ഒരു മോഹമായിരുന്നു. ഞാൻ റവന്യൂവിൽ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയറായി. ഞാൻ ഫുൾ ടൈം പാരന്റ് കോളേജ് അധ്യാപകനാണ്. ഇപ്പോഴും ഞാൻ ആക്റ്റീവായിട്ട് 4 ട്യൂഷൻ സെൻ്ററുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ മോൻ PSSCയിലെ എഞ്ചിനീയറാണ്. പോരാത്തതിന് ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. ആ ട്രാവൽ ഏജൻസിയിൽ അവന് വണ്ടി ഓടാൻ ആളില്ലാത്തപ്പോഴും ഞാൻ വണ്ടി ഓടാൻ പോകും. ഇപ്പോഴും വണ്ടി ഓടാൻ അവന് ഇപ്പോൾ അലയൻസിലാണ് ആളില്ല എന്ന് പറഞ്ഞാൽ, ഡ്രൈവർ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അലയൻസിൽ പോകും. കോർപ്പറേഷൻ ട്രിവാൻഡ്രം കോർപ്പറേഷനിലും ഉണ്ട്. ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ആളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കോർപ്പറേഷനിൽ ഓടാൻ പോകും. പിന്നെ വണ്ടി ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ യൂബർ ഓലയൊക്കെ ഓടും. വെറുതെ നിൽക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീട് വെച്ചില്ലേ പറഞ്ഞേ, 2 വീട് വെച്ചില്ലേ, 3ാമതൊരു വീട് പിന്നെ എൻ്റെ മോളാണെങ്കിൽ BSSCയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. കോൺട്രാക്ട് ബേസിലാണ് ജോലി ചെയ്യുന്നത്. വൈഫ് സോഷ്യൽ വെൽഫെയറിൽ ഉദ്യോഗസ്ഥയായിരുന്നു. 3 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ലീവ് എടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടാണ്. ഞാനും കോഴിക്കോട് ചക്കക്കുളം എന്ന സ്ഥലത്ത് ആദ്യകാലങ്ങളിൽ പാർട്ട് ടൈം അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റവന്യൂവിൽ വന്നത്. അതിൽ റവന്യൂവിൽ വരുന്നതിന് മുൻപ് ഞാൻ പഞ്ചായത്ത് വകുപ്പിൽ പിയൂണായിരുന്നു. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ നിന്നാണ് നേരെ റവന്യൂവിൽ ക്ലാർക്കായി വരുന്നത്. ഈ പൊസിഷനിൽ റിട്ടയർ ആകുന്നതും ദൈവകാരുണ്യം കൊണ്ട് ഇന്നും പഴയതുപോലെ ഓടി നടന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ കണക്കാക്കുന്നത്. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അറിവ് നേടിയെടുത്തതാണ്. അല്ലാതെ പരമേശ്വരനെ പോലെയോ PV ശ്രീകുമാറിനെ പോലെയോ ഒന്നുമല്ല. PV ശ്രീകുമാറും പരമേശ്വരനും ഒക്കെ എന്ന് പറഞ്ഞാൽ PV ശ്രീകുമാറാണ് എനിക്ക് ഈ ഫോട്ടോ കോപ്പി, അന്ന് ഫോട്ടോ കോപ്പി ഇല്ല, ഫോട്ടോ കോപ്പിക്ക് പകരം എഴുതി തരുന്നതെല്ലാം ശ്രീകുമാറാണ്. ഞാനും 10ാം ക്ലാസ് പാസ്സായതാണ്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ അറിഞ്ഞു. ഞാൻ വളരെ ഉദയനക്കാരിയാണ്. നമ്മൾ എങ്ങനെയോ ഉദയൻ എനിക്ക് കണക്ക് കാണിച്ചെന്ന് ഞാൻ ഉദയം ഇംഗ്ലീഷ് കാണിച്ചു കൊടുത്ത് ഉദയകുമാർ അങ്ങനെ ഞങ്ങൾ ജയിച്ചു വന്നവരാണ്. പക്ഷേ
അതിൻ്റെ എല്ലാം ഫലം പിന്നീട് പഠിച്ചപ്പോഴേക്ക് എല്ലാം മാറി, എല്ലാം നന്നായി. നമ്മുടെ അധ്വാനം ഉണ്ടാവാം. അതുകൊണ്ട് നമ്മളെ മക്കളെയും അതുപോലെ അധ്വാനത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി. സുരേഷ്, മുരളി, മുരളീകൃഷ്ണൻ, ഇറങ്ങിപ്പോയ പരമേശ്വരൻ. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്നത് ഒരു കാര്യം പറയാൻ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 1970 ഒക്ടോബർ മാസത്തിൽ എൻ്റെ അമ്മ വരും. 75 ഫെബ്രുവരി 28-ാം തീയതി ആറ്റുകാൽ കൊണ്ട് എൻ്റെ അച്ഛൻ വരും. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് 2 ക്ലാസ്. ഈ 13ാമത്തെ വയസ്സിൽ മരിച്ചു. എനിക്ക് 65. ഇത്രയും വർഷം ഞാൻ എങ്ങനെ ജീവിച്ചില്ല? 2 മക്കൾ. ഞാൻ എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ പഠിപ്പിക്കാനില്ല. 79-ലോ 79-ലോ വടകര ഇൻസ്റ്റാൾമെന്റ് ബില്ല് 7 ലക്ഷം മനസ്സിലായി. ബാലകാരക്കായിട്ട് ഇൻസ്റ്റാൾമെന്റ്. അത് വന്ന് തിരിച്ചു വന്നു. എൻ്റെ മൂത്ത ചേട്ട AMC ആർമിൻ്റെ പട്ടാളത്തിൽ കയറ്റാൻ UP, ആഗ്ര, ഇലഹബാദ്, ലക്നൗ, റാണി പട്ടാളത്തിൽ കിട്ടി. തിരിച്ചു വന്ന് ഡ്രൈവിംഗ് ആദ്യം പഠിച്ചത് ഇതാണ് ആഘോഷം. രണ്ടാമത് വസ്തു വിറ്റ്, ടാറ്റാകളുണ്ടായിരുന്ന വസ്തു വിറ്റ് 19,000 രൂപ ആഘോഷം. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു മോഹം. നമ്മളെ ഗോപയിൽ അവൻ പറഞ്ഞാൽ നമുക്ക് വലുതാവുമ്പോൾ SI ആവും. അങ്ങനെ അത് തീരുമാനിച്ചപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ചാൽ ഞാൻ മാസ്റ്റേഴ്സ് കോഴ്സ് എൻട്രൻസ് അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ബേസിക് ക്വാളിഫിക്കേഷനിലാണ്. എന്ത് ഭാഷയോട് പഠിച്ചു. ഹിസ്റ്ററി നേടിയിട്ടു 67% മാർക്കോടെ ഹിസ്റ്ററി പാസ്. എൻട്രൻസ് ഒരു വർഷം പഠിക്കാൻ ശ്രമിച്ചു. എല്ലാം അതിൻ്റെ വാശിക്ക് എൻ്റെ മക്കൾ എഞ്ചിനീയറിംഗ്, അവള് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സോറി കമ്പ്യൂട്ടർ സയൻസിൻ്റെ എഞ്ചിനീയറിംഗ് ഹിന്ദുമാരുടെ പ്രശ്നം. അത് കഴിഞ്ഞ് എൻ്റെ മോളെ വരുമ്പോൾ എന്ത് ചെയ്തു? കടത്തിൻ്റെ പുറത്താണല്ലോ MSc പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അവിടെ ജോലി സമ്പാദിച്ചു ലീവിലാണ് തിരിച്ചു. അത് നിലയിൽ അവൻ BSc കെമിസ്ട്രി 635 മാർക്കോടെ ഇങ്ങനെ വരും. ഇപ്പോഴും വാടക വീടാണ്. എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ ജോലിയുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഞാൻ പോകാൻ സാധ്യത ബസ്സിൽ സായികുമാരാജന് ഏറ്റവും മുൻകൂട്ടും. അപ്പോൾ നേരത്തെ നിന്ന് പറയുന്നത് പറഞ്ഞില്ല. അപ്പം അവരെ ഞാൻ ചിലർക്കൊക്കെ ഞാൻ എഴുതി കൊടുക്കും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരുണ്ട്. അപ്പം ബ്രഹ്മ സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പം തമിഴ്നാട് മൊത്തം ശിവപ്രവണം. കർണാടകയിൽ പോയ മഹാവിഷ്ണു. അപ്പം മൈക്കിൾ എന്ന ജർമ്മൻകാരൻ ജൂലിയർ ചോദിച്ചു, മധു നീ ജനറേറ്റർ കാണിച്ചു ഇഷ്ടമല്ല. അല്ല ജനറേറ്റർ ബ്രഹ്മ. ഞാൻ പോയി ഞാൻ ബെസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാൽ ഇവിടെ പത്മസംശയത്തിൻ്റെ അതെ പള്ളിക്കൽ ശ്രീയുടെ പ്രവാസം തിരുവനന്തപുരം ജനിപ്പിച്ച അമ്മയും അച്ഛനും ഉള്ളപ്പോൾ എന്തിനാണ് ബ്രഹ്മ? ആദ്യം തൊഴിൽ അമ്മയെ, രണ്ടാമത് അച്ഛനെ, മൂന്നാമത് ഗുരുവിനെ, നാലാമതാണ് അർത്ഥത്തിൽ പറഞ്ഞു അറിയാം. അപ്പൊ എൻ്റെ ഈ നഷ്ടം നിമിത്തം എൻ്റെ മക്കൾ നല്ല ഒന്നുകൂടെ ഈ ഇലക്ഷനിൽ ചാണ്ടി ഉമ്മ മിനിസ്റ്ററായ എൻ്റെ അതല്ല ഞാൻ ചെയ്തത്. ഇവൻ നേരത്തെ ഞാൻ വേറെ എന്നെപ്പറ്റി കള്ളത്തനം പറയുകയോ അങ്ങനെ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് പഠിച്ച പാഠം മൂത്തവരെ ബഹുമാനിക്കുക, ചതിക്കല്ലേ വഞ്ചി, ആരെ സ്വത്തിന് മോഹിക്കുക, അധ്വാനിച്ചു നീങ്ങുക. അതെൻ്റെ മക്കൾക്ക് പറഞ്ഞു. ഞാൻ മക്കളുടെ പറഞ്ഞു മക്കളെ പഠിച്ച് ഓടി സമ്പാദിക്കുമ്പോൾ അവിടെ കാർ വാങ്ങിക്കുമ്പോൾ 10 പേർ വാങ്ങിക്കും. നിങ്ങളെ ജീവിതത്തിന് ആവശ്യമുള്ള കാശ് മാറ്റി പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ നിവർത്തിയില്ല. അവരെ തേടിപ്പിച്ചു എന്നാലും വേറെ ആരില്ല. അങ്ങനെയാണ് ചാണ്ടി ഉമ്മ ചോദിച്ചത്. എനിക്ക് ഒരു കമ്മീഷനും എൻ്റെ മോനെ കൃഷ്ണനാണ് വിളിക്കുന്നത്. ഗോപികൃഷ്ണൻ ആ പേര്. മോള് ഗോപിയാണ്.
അഭിഷേകം എൻ്റെ അച്ഛൻ നല്ല അച്ഛൻ അങ്ങനെ മായല്ലോ. വേറെ എനിക്ക് വേറെ ഒന്നുമില്ല, ആരോഗ്യത്തോട് നിൽക്കുന്നു, ഒരു അവസരമോ ഒന്നുമില്ല. ഈശ്വരത്തിൻ്റെ ഒരു കാര്യം സോറി, ചിലർ പഴവങ്ങാടിയിലെ പള്ളി ഞാൻ രാവിലെ എഴുതുമ്പോൾ ആദ്യം വരുന്നത് മുസ്ലിം പള്ളിയാണ് പടത്തം. ദൈവത്തെ ഞാൻ നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം നമ്മുടെ ഉള്ളിലുള്ള വേദനയും കാണിച്ചു. ഇതറിയാനുള്ള ഒരാൾ. അതുകൊണ്ട് എനിക്ക് മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, പിന്നെ അത് എത്രയൊക്കെ ഉണ്ട്. വേറെ വിധത്തിന് പഴവങ്ങാടിയിലും എവിടെയെങ്കിലും പോയിട്ട് ഒരു തേങ്ങയൊക്കെ അടിച്ച് കൂടിയിട്ട് വെളിയിലിറങ്ങി പോക്കറ്റിൻ്റെ തപ്പിയ ചതിച്ച ദൈവമാണ്, സത്യമാണ് ദൈവം, ദൈവമാണ് സത്യം. അതുകൊണ്ട് 79-ലാണ് SSLC എഴുതിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇറങ്ങുന്നില്ല, ഗുരുകൂടായ്മ 3 മാസമോ 6 മാസം കൂടായ്മ ഒരു സംഭവിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത്. ഞാൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണി നീക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു തിന്നുവാൻ മോഹം, സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം, എന്തു മധുരമെന്നോതുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം, കൊടുവിൽ പിണങ്ങി പറന്നുപോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. പേര് നേരത്തെ വിളിക്കുന്നതാണ് വിട്ടുപോയി. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ കൂടെ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും കൂടെ ഈ ജീവിക്കുന്ന രാജലക്ഷ്മി ടീച്ചർക്കും എൻ്റെ കൃത്യമായ നന്ദി നമസ്കാരം. പിന്നെ ഞാൻ പഠിച്ചത് 10D-യിലാണ്. അന്ത്യോമ ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ. 10D-യിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ 4 പേരൊക്കെ ഉണ്ട്. ബാക്കി 10D, 10A, 10B, 10C എന്നുണ്ടെങ്കിൽ കൂട്ടുകാരെന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും കൂട്ടുകാരായി. അന്ന് ചെറുതിലായിരുന്നു ഈ കൊച്ചിലെ തന്നെ കളിക്കാനും കാരയ്ക്ക വാങ്ങിക്കാനും സൈക്കിൾ ചവിട്ടാനും നീന്താനും കൂടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഡിവിഷൻ എന്നതേ ഇല്ല. NCC നീന്താനും. അപ്പോൾ ഡിവിഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് അന്നത്തെ കൂട്ടുകാർ ഇന്നത്തെ കൂട്ടുകാർ നമ്മൾ ഒന്നിച്ച് കാണുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മകൾ ഇന്നും മനസ്സിൽ നിറഞ്ഞു വരിക. നമ്മൾ വിവാഹം കഴിഞ്ഞു, അവരവരുടെ രീതിയിൽ പോകുന്നു. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരെ ആരും അന്വേഷിക്കുന്നില്ല. നമ്മുടെ വീട്ടുകാരെ മാത്രം, വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ, ഭാര്യയെ, അവരുടെ ചെലവ് അവർക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നു, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ രീതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനൊരു കൂട്ടം നമ്മൾ വന്നു വിടുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾ, മനസ്സിലെ സന്തോഷവും ആയുസ്സും കൂടുമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ എൻ്റെ കൂടെ പഠിച്ച സഹപാഠി ഇന്നുമുണ്ട് സുരേഷ് കാരണം ഡിവിഷനാണെങ്കിലും ഞങ്ങളെല്ലാം കളിച്ചു വളർന്നതും ഇവിടെ ആയിരുന്നു. അപ്പം ഞാൻ ഒരു സെയിൽസ് റെപ്പാണ്. ഇപ്പോഴും അത് തുടർന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമറയിലെ വൈഫുണ്ട്, ജോലിയൊന്നുമില്ല, ലാറ്റക്സിൽ വർക്ക് ചെയ്യുന്നു. അത് നിർത്തി മകളും ഒരു മകനും, മകള് വിവാഹം കഴിഞ്ഞു.
അവർ ഒരു ഫാർമയിലൊക്കെ ഇരുന്നു. കോഴിക്കോടാണ്. മോനെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവനൊരു ഫോട്ടോസ് എന്ന കമ്പനിയുടെ ഒരു സിയാണ്. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം. അവന് കല്യാണമായിട്ടില്ല. എന്നാലും കല്യാണം കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ കൂട്ടുകാരെങ്കിലും നീ അറിയിക്കാം എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡിസ്ചാർജായത്. പിന്നെ 2 മക്കളാണ്, മോനും മോളും. മോൻ ഇപ്പോൾ അമേരിക്കയിലാണ്, USP ഗോവയിലും അമേരിക്കയിൽ പോയി. മരുമോൾ പോസ്റ്റ് ഓഫീസില്ല. മോള് തിരുമല സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മരുമകൻ ഫയർഫോഴ്സിലാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നന്ദി, നമസ്കാരം. കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും ഇനി കാണണം. നമ്മൾ ഇനിയുള്ള ജീവിതം ബോണസാണ്. ആ ബോണസ് നമ്മൾ പ്രയോജനപ്പെടും എന്ന് പറയും. പണ്ട് കണ്ടുള്ള പല കൂട്ടുകാരും ഇങ്ങനെ കാണും എന്നുള്ള യാതൊരു പ്രതീക്ഷ സമയമില്ല. കാര്യത്തിനെ വെച്ചിട്ട് ജസ്റ്റ് കണ്ടുപോകുന്ന കൂട്ടുകാർ ഒരുപാട് കഴിയും. പക്ഷെ കൂട്ടായ്മയിലൂടെ കണ്ടത് വളരെ വളരെ ഭയങ്കര സന്തോഷം. ഞാൻ നിസാർ, നവാസിനെ ഇവരൊക്കെ കാണുമെന്നുള്ളത്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഉണ്ടാക്കിയ ഭാരമായി സുഹൃത്തുക്കൾ, ഭാരമായി എന്ന് പറയാൻ പറ്റും, നമ്മുടെ സുഹൃത്തുക്കൾ കാര്യം ചെയ്ത് വളരെയധികം സന്തോഷം. 1-2 കാര്യം ഞങ്ങൾ വളരെ ഈ കുറച്ച് പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അല്ല, ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച വ്യക്തികളാണ് നിസാർ, ഞങ്ങളെ മുരളി ഒക്കെ. ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ SSLPS മുതൽ ഒരുമിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. അത്രമാത്രം ബന്ധങ്ങളാണ് ഞങ്ങൾ. ഒരുപാട് സുഹൃത്തുക്കളാണ്. അത് നിസാറിനൊക്കെ വന്നിട്ട് ഒരിക്കലും എനിക്കൊന്നും മറക്കാൻ പറ്റാത്ത ബന്ധമാണ് ഞാൻ നിസാറുമായിട്ടൊക്കെ. അതുപോലെ നമ്മുടെ നവാസിനെ എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കമാണ്. അന്ന് വന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നു. ഞാൻ പഠിക്കുകയും അങ്ങനെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വഴക്കൂല. കാരണം വിശ്വാസം ഇതുമാത്രം പഠിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഉറക്കം വായിക്കുക. എൻ്റെ ഉമ്മ പറയും, ആ മണി എങ്ങനെ പഠിക്കണമെന്നുണ്ടോ, ശ്രീവട്ടി എങ്ങനെ പഠിക്കണമെന്നുണ്ടോ, നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാറാ എന്നുകൊണ്ട് ഞങ്ങൾ ഒരു മതിലാണ് എടുത്ത് ചാടി അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് അത്രയും ബന്ധങ്ങളാണ് ഞങ്ങൾ തന്നെ. അതുകൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് പേരും. നമ്മളെ സോമേഷ് ആ വന്നിട്ട് ആക്ച്വലി അവൻ ആലപ്പുഴ എങ്ങാണ്ടാണ്. അവൻ ഇടയ്ക്ക് ഇവിടെ വന്നതാണ്. അങ്ങനെ ഇവന്റെ വീടും എൻ്റെ വീടും ഇതുപോലെ അടുത്തടുത്താണ്. അങ്ങനെ ഇവന്റെ അമ്മയ്ക്ക് BSNL. അന്ന് ഇവർ പോകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ ഈ പൊടിയൊക്കെ ഇവർ ഉണ്ടാക്കി ഇവർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവർ പോണത് ഞാനും ഇവരും കൂടെ ഡോർ കുത്തി തുറന്ന് വീട്ടിനകത്ത് കയറി ഈ സാധനങ്ങളൊക്കെ എടുക്കും. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മളെ ഈ മുരളിയെ വന്നിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് വളരെ ചെറുപ്പം മുതൽ പഠിച്ചു വന്നതാണ്. എൻ്റെ അച്ഛൻ ഇതുപോലെ മരണപ്പെട്ടു. മുരളി വന്നിട്ടുണ്ടാവും. പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. ചില ഇൻസിഡൻറ്റ് നമ്മൾ ഒരു കാലത്ത് മറക്കും. അങ്ങനെ മറക്കാത്ത ചില കാര്യങ്ങളൊന്നാണ് ഈ മുരളി. ഞാൻ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് എൻ്റെ കുടുംബ ഫാമിലി മുഴുവൻ എൻ്റെ കൺട്രോളാണ്. അത്രയും ഒരു സാധാരണ ഫാമിലിയാണ് മുഴുവൻ. അച്ഛൻ, അമ്മ, എൻ്റെ 2 അനിയമ്മ, എൻ്റെ 2 അനിയന്മാർ എല്ലാം എൻ്റെ ഒറ്റ കൺട്രോളാണ്. എനിക്കാണ് ഇതിൻ്റെ അന്ന് കച്ചവടം വന്ന് രക്ഷപ്പെടുകയും എവിടെയൊക്കെ നമ്മൾ തൊട്ടോ എല്ലാം ഫെയിലുവറാണ്. അങ്ങനെ മരിച്ചത് ഒരു 2-5 മിനിറ്റ് കണ്ടേ ആയിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡോർ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. എന്നപ്പോഴത്തേക്ക് മുരളി സൈക്കിളിൽ കയറി. അപ്പോൾ മുരളി മണി എന്ത് ചെയ്യുന്നതാണ് സംഭവിച്ചു. അപ്പോൾ ആദ്യം ചോദിച്ചത് മണി പൈസ ഉള്ളതാണ്. പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് ചില അഭിമാനം ചെന്ന് വിട്ടുകൊടുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒരു പൈസ എൻ്റെ പോക്കറ്റിലോ എൻ്റെ വീട്ടിനകത്തോ ഇല്ല. എടുക്കണമെങ്കിൽ ഞാൻ തന്നെ എടുക്കണം. ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇല്ല മുരളി പൈസ ഇനി വേണ്ട മുരളി. കാരണം എനിക്ക് ഈ മരണവും ഈ ഇതൊന്നും അപ്പോഴൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മുരളിയൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ പിന്നീടാണ് ഞാൻ നോക്കുന്നത് ഒന്നുമില്ല. അപ്പോൾ പക്ഷെ എനിക്കൊരു ഫീൽഡ്, ഞാൻ മെഡിസിനിലാണ്. അപ്പോൾ ആക്ച്വലി രക്ഷപ്പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അന്ന് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യും ഒരു കമ്പനിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാനൊരു പയ്യനെ പറഞ്ഞ പെട്ടെന്ന് ഡോക്ടറെ പോയി പറഞ്ഞിട്ട്
മണിയുടെ അച്ഛൻ മരിച്ചത് കുറച്ച് കാശുണ്ട്. പുള്ളി ഒന്ന് ത്രിപുരത്തെ രണ്ടാമത്തെ എനിക്ക് ഓർമ്മയില്ല. അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് അന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതിലോട്ടേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ എനിക്കൊരു ബിസിനസ്സാണ്, മെഡിസിൻ്റെ ഹോൾസെയിലാണ്, ഇംഗ്ലീഷ് ഫാർമ എന്ന് പറയും. അത് വന്നിട്ട് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനമാണ്. അത് വളരെ നല്ല രീതിയിൽ ഇന്ന് റൺ ചെയ്യുന്നുണ്ട്. എനിക്ക് 3 മക്കളാണ്. മൂത്ത ആൾ ടീച്ചറാണ്, കോയമ്പത്തൂർ സ്കൂളിലാണ്. രണ്ടാമത്തെ മോള് അവളുടെ ഹസ്ബൻഡ് IT ഫീൽഡാണ്. രണ്ടാമത്തെ മോൾ ഡോക്ടറാണ്, ഡെന്റൽ ഡോക്ടറാണ്. അവളുടെ ഹസ്ബൻഡ് IT ഫീൽഡാണ്. മോൻ ഇപ്പോൾ MTech ചെയ്തുകൊണ്ടിരിക്കുന്നു, സീഡാക്കി ചെയ്താണ്. എൻ്റെ എന്തായാലും ഈ കണ്ടതിൽ വളരെ 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 അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളിൽ ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും ഉണ്ടാവണം. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ടാവും. താങ്ക് യു സുബ്രഹ്മണ്യ. അടുത്ത അമർ മെസ്സേജാണ്. സുബ്രഹ്മണ്യനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന എപ്പോഴും നീറ്റ് ഡ്രസ്, പക്ക ബോഡി ഷേപ്പിനടിച്ച് അന്നും ഇന്നും എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ സുബ്രഹ്മണ്യനെ കാണുമ്പോഴും അന്ന് ഇന്ന് ഒരേപോലെ നമ്മളന്ന് കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ആ സമയത്ത് സുബ്രഹ്മണ്യൻ തിരിച്ചറിയുന്നു ഇന്നും. എൻ്റെ ഇങ്ങനെയൊക്കെ കുറേ ഓർമ്മകളുണ്ട്. എല്ലാവരെയും കണ്ടത് സന്തോഷം. പിന്നെ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയതിൻ്റെ അധ്വാനം ഞാൻ മറക്കില്ല. മുരളിയാണ് ദേവസ്വം മുരളിയ അഭിനന്ദിച്ചേ പറ്റൂ. ഒപ്പം നമ്മുടെ സത്യനാഥൻ മുരളിയിൽ സ്ട്രോങ്ങായ ഒരു പിടുത്തം ഇതിലുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എല്ലാ കൂട്ടുകാരെയും എപ്പോഴും പോയി കാണാനും എല്ലാവരും സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മുരളി. അപ്പം അദ്ദേഹം എത്തിക്കൊണ്ടൊക്കെ പറയാൻ പാടില്ല, എങ്കിൽ ഒരു യാഥാർത്ഥ്യം പറയണമല്ലോ. അപ്പോൾ അത് വളരെ നീറ്റായ ഒരു കാര്യം, മറ്റൊരു കാര്യം ചെയ്തിരിക്കുക. എന്താ പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യമൊക്കെ കൂട്ടായ്മ ഉണ്ടാക്കി തിരിഞ്ഞു പോവുകയും വീണ്ടും അത് റെഡിയാക്കി എടുക്കുന്നതിൽ സത്യനാഥനൊക്കെ ഉൾപ്പെട്ടെങ്കിലും മുരളിയിൽ ആ ഒരു സഹകരണം പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ഗോപൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, ഗൗരവമാണ്. അതൊക്കെ നമ്മളൊക്കെ ഓർമ്മിച്ചാണ്. രാജേന്ദ്രൻ എല്ലാം അറിയാം. പിന്നെ കുറേ മുഖം കൊണ്ടേക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം എനിക്കൊരു മകളാണ്, ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന മകൾ. പ്രോജക്റ്റിലാണ്. 2 പേരും IT ആണ്. കമ്പ്യൂട്ടർ സയൻസ് LBS പഠിച്ച പാസ്സായ സന്തോഷമായിട്ടിരിക്കുന്നു. അതിന് 2 മക്കൾ അപ്പൂപ്പനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. 2 പേരും എല്ലാം നമ്മളിവിടെ പഠിച്ച കുട്ടികളെല്ലാം എല്ലാം സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോഴായ്മ നടന്നു പോകുന്നത് വലിയ സന്തോഷമുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും നമ്മൾ ഉണ്ടാവും. എപ്പോഴും ഈ പറഞ്ഞതുപോലെ സഹായ സഹകരണങ്ങളും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഉണ്ടാവും. എല്ലാവരും തന്നെ ഒരു സൈഡിൽ മാത്രമല്ല, എല്ലാ സൈഡിൽ നിന്നും ഉണ്ടാവും. അത് സത്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റും നമ്മൾ സത്യമായിട്ട്. രണ്ടാമത്തെ സെക്ടറാണ്. ആദ്യം ഇയാളാണ് എൻ്റെ ആൾ. ഓരോ വീട്ടിലും തേടിപ്പോയി ആളിനെ കണ്ടുപിടിക്കുന്നത്. അന്നും ഇന്നും കൂട്ടായ്മ സ്നേഹം നിലനിർത്തുന്നത് ആഗ്രഹിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് അവൻ തയ്യാറാണ്. അതിന് ഞാൻ സമ്മതിച്ചു. എന്തെല്ലോ ബിസിയുള്ള ആളാണ്. ഒരു കാര്യം എൻ്റെ പ്രിൻസിപ്പാളിനോട് എനിക്കറിയാം. അന്ന് ഇന്ന് വടക്കിൻ്റെ ആളാണ്. കുട്ടിക്കാലം 3 ഇടികൊണ്ട് അതിന്റെ കരപ്പുഴയിൽ നിന്ന് വിട്ടുപോയ സങ്കടമുണ്ട്. അതുപോലെ വീണ്ടും കരപ്പുഴയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത സുകുമാരനായ ഇനി വരുന്നവർ വളരെ ചുരുക്കി പറയണമെന്ന് ഉണ്ട്. നമുക്ക് ഭാരവാഹികൾ ഞാൻ അമ്പിയ ടീച്ചറുടെ ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പം അന്ന് റഷീദായിരുന്നു നമ്മുടെ ലീഡർ സപ്ലൈ. പിന്നെ ഈ 2 മക്കളാണ്. ഇതുവരെ കല്യാണം കഴിച്ചു. 2 പേർക്ക് മൂത്തോന്ന് 2 കുട്ടികളുണ്ട്. എല്ലാവരും ചുമ്മാതെ പോകുന്നു. എല്ലാവരും ഒരുപാട് സംസാരിക്കുന്നില്ല. ഈ കൂട്ടായ്മ എല്ലാ കഷ്ടത്തിൽ സാധിക്കുന്നതാണ്. ഞാൻ കാണുന്ന എല്ലാവരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്.
നസറിന്റെ വാപ്പയെ പറ്റി പറയാൻ കാരണം നസറിന്റെ വാപ്പാന്റെ നയമാണെങ്കിലും എല്ലാ വീട്ടിലും ഒരു ഗ്രഹനായാലും സത്യം. ഇന്ന് അങ്ങനെ കണ്ട ആൾക്കാർ ചോദിച്ചത് എൻ്റെ വീട്ടിലും ഒരു ഗ്രഹനാണ്. എൻ്റെ അച്ഛൻ പഠിച്ച ശേഷം പല കാര്യങ്ങളും വന്ന് അന്വേഷിക്കുകയും ഞാൻ എൻ്റെ എൻ്റെ അമ്മ ചേച്ചി ഞാൻ ഉണ്ട് എന്തുകൊണ്ടെങ്കിലും എല്ലാം വിളിക്കണം പറയണം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വിശേഷമാണ് കാസിന്റെ വീട്ടിൽ വിളിക്കണമെന്നാണ് ആദ്യം പറയുന്നത്. മനുഷ്യ വിളിക്കുന്നുള്ള സങ്കല്പം ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ ഇതിനുള്ള ബഷീറിനെ കൈപ്പോ വിളിച്ച് തുളസീധരൻ വേറെ ഇപ്പോൾ വിളിച്ചാണ് അവിടെ വന്നുള്ളൂ. സുബ്രഹ്മണ്യം അമ്മ വീട്ടിലെ പ്രശ്നപ്പെടുന്നത് അദ്ദേഹം ഓർമ്മയാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം എല്ലാവരും ഉണ്ട്. ഇതിനെ സന്തോഷം കരമനായുള്ള ഒരു സമൂഹ കൂട്ടായ്മ ലോകത്തിനടുത്ത് കിട്ടുന്നില്ല. ഏതൊരു മംഗളം നടന്നാലും എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു കുടുംബം പോലെ അതിന് ഭരണപക്ഷതോ നോക്കാതെ നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ്. പല സെക്രട്ടേറിയറ്റൊക്കെ വിൽക്കുന്നിടത്ത് കാണാറുണ്ട്, അടിപിടി സമയത്ത് കാണാറുണ്ട്, വസ്ത്രത്തിനെല്ലാം കാണും. ഇവിടെ മിക്ക ആൾക്കാരെ കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ കൂടിയത് വളരെ സന്തോഷം. നമുക്കിത് ഏതൊരു കാര്യത്തിലും നമ്മളെല്ലാം ഉണ്ടാവും. ഏതൊരു ചെറിയൊരു വിശേഷം എന്നാലും ഒരു മാസം ഇട്ടാൽ എല്ലാവരും എത്തും. സതീഷ് വാട്സപ്പിലാണ് ഇട്ടത്. ഞാൻ എൻ്റെ മക്കളുടെ കല്യാണം PS വിജയത്തെ അങ്ങനെയാണ്. ഇന്നൊരു ഞങ്ങൾ കാണുന്ന പഴയ സംസ്ഥാന ശൈലിയേ ഉള്ളൂ. എൻ്റെ ഭാര്യ DSS അഡ്മിനിസ്ട്രേഷനാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മോളാണ് ജോബിലാണ്, മോൻ ഇൻഫോസിസിലാണ്. എൻ്റെ മോൻ ഇപ്പോൾ വന്ന് അനേസ് വർക്ക് ചെയ്യാണ്. കല്യാണം ആയിട്ടില്ല, കല്യാണം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരണം. എല്ലാവർക്കും വളരെ സന്തോഷം. ഇതൊരു കുടുംബങ്ങളുണ്ടായി. ഈ പറഞ്ഞ കുടുംബപരമായിട്ട് എല്ലാവരും സഹിച്ചുകൊണ്ട് നന്ദി പറയുന്നില്ല. NCC വലിയ കാര്യമായിട്ട് വളരെയധികം സാർ വളരെ ഇതാണ്, സ്ട്രോങ് NCC ആണ്. അപ്പൊ അതിലോട്ട് ചേർന്ന് ഒരു മോഹം വെച്ചു, അതിലോട്ട് ചേരുകയും വളരെയധികം സാർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ഒരുപാട് ക്യാമ്പിൽ വന്നു കൊണ്ടുപോയി. എന്തിനു പറയുന്നു, ആ 10ാം ക്ലാസ് പുറത്ത് നിന്നതാണ്. പിന്നെ പ്രൈവറ്റായിട്ട് പഠിച്ചു, ജയിച്ചു. അതിനുശേഷം പല പ്രൈവറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് BSNLിലേക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ BSNL ഞാൻ 32 കൊല്ലം സേവിക്കുകയുണ്ടായി. 32 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ റിട്ടയർഡായതിനു ശേഷം ഞാൻ ഒരു പൊതു സ്ഥാപനം പ്രൈവറ്റ് ഒരു റോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് എന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ സമയം കളഞ്ഞു പോകുന്നു എന്നതാണ്. പിന്നെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മകനുണ്ട്. അവന് എന്തൊക്കെ കഴിഞ്ഞു. ഒരു MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വന്നിട്ട് അവിടെ ലെക്ചറായി ജോലി നോക്കി. അയാൾ തന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് റിസൈൻ ചെയ്ത് വേണ്ട തീരുമാനം എടുത്തു. സ്വന്തമായി ഗവൺമെന്റ് കോൺട്രാക്ട് ബേസിലേക്ക് പോയി ഇലക്ട്രിക്കൽ വർക്ക് കോൺട്രാക്ട് ബേസിൽ എടുക്കുക. അങ്ങനെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കണ്ടത് ഇവിടെ വന്നതിൽ പല സുഹൃത്തുക്കൾ വളരെ അടികൂടി വളർന്ന് കൊച്ചു ഒരു ഓമന കുട്ടനായിട്ട് വന്നതാണ്. അങ്ങനെ വെച്ച് ഇവിടെ വന്നാണ് കാണുന്നത്. ഇവിടെ വെച്ചാണ് കണ്ടത്, പരിചയപ്പെട്ടതൊക്കെ പഴയ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും കാണാനൊക്കെ കഴിഞ്ഞ അവസരം ഉണ്ടായി. നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുട്ടികൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും യൂണിഫോമാണ് എന്നതിനുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും നമ്മളൊരു കൂട്ടായ്മ ഒരു തീരുമാനം ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുകയും ചെയ്തു. അപ്പം എന്തായിരുന്നാലും നമുക്ക് ഫണ്ട് നമുക്ക് അവർക്ക് കയ്യിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അത് വേണ്ട, കാരണം അത് വിനിയോഗങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പല ഡൗട്ടുകളുണ്ട്. അതുകൊണ്ട് എത്ര കുട്ടികൾക്ക് നമുക്ക് യൂണിഫോം ആവശ്യമുണ്ടോ ആ മെറ്റീരിയൽസ് എടുത്തിട്ട് നമുക്ക് സ്പോൺസർ ചെയ്ത് അവിടെ കൊടുക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അതിനൊരു നേതൃത്വം വേണം. നമുക്കൊരു കമ്മിറ്റി എടുക്കണം. അപ്പോൾ ഒരാളിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് എത്രയായിരുന്നാലും നമുക്കൊരു ഗൂഗിൾ പേ ഒരു ട്രഷറർ എടുത്തു കഴിഞ്ഞിരുന്നാൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ആ മെറ്റീരിയൽസ് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട്
അത് നിങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് പറയാമെന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ കാലത്ത് യൂണിഫോം ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും സമർത്ഥമായ യൂണിഫോമുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് പ്രിയപ്പെട്ട റഷീദ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും സഹകരിക്കണം. തുടർന്ന് നമ്മളെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംസാരിക്കും. അതിനു മുൻപ് ഇത് നമ്മളിത് തുടർന്നോട്ട് പോകണമല്ലോ, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണല്ലോ അല്ലെ നമുക്ക്. അപ്പൊ അതിന്റെ നേതൃത്വം വഹിക്കാൻ ഒരു 3-4 കൂട്ടായ്മ ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. ഈ കൂട്ടായ്മയുടെ സർവ്വ സഹചാരിയും എല്ലാ സാധ്യതയും കൊണ്ട് നമ്മുടെ മുരളി ഏതെങ്കിലും ഒരു സംഘടനയിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. മുരളിയെ നമുക്ക് സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കാമെന്നുള്ളതാണ് ആഗ്രഹം. അടുത്ത് നമ്മുടെ ഒരു രക്ഷാപകൻ ഈ സംഭവത്തിന് ചുക്കാൻ പിടിച്ച മിസ്റ്റർ മുരളീധരൻ. അപ്പൊ നിങ്ങൾ പറയാം ആരാണെന്നുള്ളത്. നമ്മുടെ മുരളീകൃഷ്ണൻ നിസാർ പറഞ്ഞു. മുരളീകൃഷ്ണൻ നമുക്ക് പ്രശ്നമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. അടുത്ത് അല്ല നിസാർ, ഞാനൊരു കോർഡിനേറ്റർ ആയിരുന്നു. ഇതെല്ലാം നമ്മൾ പ്രഥമ മുരളീകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ കരുമ, സത്യനാഥൻ കോർഡിനേറ്റർ, വൈസ് പ്രസിഡന്റ് രാജേന്ദ്ര ബാബു, ജോയിന്റ് സെക്രട്ടറി സോമേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ 5 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. രാജേന്ദ്രൻ നീളമങ്കര, സതീഷ് കുമാർ തമലം, PV ശ്രീകുമാർ, നവാസ്, ഞാനക്കാട് സുരേഷ് കുമാർ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗൂഗിൾ പേ നമ്പർ തരും. ബാക്കിയെല്ലാം നമ്മൾ വാട്സപ്പ് പ്രോഗ്രാമിലേക്ക് പറയാം. നമ്മുടെ ക്രെഡിറ്റ് പറയുന്നതിലേക്ക് ഇതിന്റെ ചെലവ് ഞങ്ങൾ ഭാരവാഹികൾ ക്ലിയർ ചെയ്തോ. തീർച്ചയായും സന്തോഷമുണ്ട്. നമ്മുടെ ഇങ്ങനെ വരാനും അത് നമ്മളോട് സംബന്ധിച്ചെടുക്കാൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളും കൂട്ടായ്മയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മൾ അടുത്തൊരു കൂട്ടായ്മയിൽ ഓരോ നല്ല കാര്യം ചെയ്യാനും ആ കൂട്ടായ്മ എല്ലാവരും പങ്കുകൊള്ളണം. നമ്മുടെ രാഷ്ട്രത്തിലായിരിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ സദസ്സിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പല ഡിവിഷനുകളിലാക്കി ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് എല്ലാവരും തരത്തിരിച്ച് പല ഡിവിഷനുകളിലാക്കി മാറ്റി